നമസ്കാരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ചില വഴിത്തിരിവുകൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു. ഇന്ന് പങ്കുവെക്കുന്നത് ഹൈദരലിയും ടിപ്പുവും ആ രണ്ട് ഭരണാധികാരികളുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പങ്കാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഉത്തരേന്ത്യയിൽ വേരുറപ്പിച്ച ബ്രിട്ടീഷുകാരെ ദക്ഷിണേന്ത്യയിൽ അതിശക്തമായി ചെറുത്തുനിന്ന ഭരണാധികാരികളാണ് മൈസൂറിലെ ഹൈദരാലിയും മകൻ ടിപ്പു സുൽത്താനും. 1766 മുതൽ 1769 വരെ ഹൈദരലി പലപ്പോഴായി ബ്രിട്ടീഷുകാരുമായി ഏറ്റുമുട്ടി. ഒടുവിൽ ബ്രിട്ടീഷുകാർ അവരുമായി സമാധാന സന്ധി ഉണ്ടാക്കി. 1780 ഹൈദരലി വീണ്ടും യുദ്ധം തുടങ്ങി. അദ്ദേഹത്തിന് മുമ്പിൽ പലതവണ പരാജയപ്പെട്ട ബ്രിട്ടീഷുകാർ 1781 ഹൈദരലിയെ തോൽപ്പിച്ചു. ഹൈദരലിയുടെ മരണത്തിനു ശേഷം മൈസൂർ ആക്രമിക്കാൻ പദ്ധതിയിട്ട ബ്രിട്ടീഷുകാരെ 5000-ലധികം വരുന്ന സൈനികരുമായി ടിപ്പു സുൽത്താൻ ആക്രമിച്ചു. സൈനിക ബലത്തിലൂടെ ടിപ്പുവിനെ ജയിക്കാനാവില്ലെന്ന് തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷുകാർ ഹൈദരാബാദിലെ നൈസാമിനെയും മറാത്ത ഭരണാധികാരികളെയും തങ്ങളുടെ വരുതിയിലാക്കി. ഒപ്പം ടിപ്പുവിൻ്റെ സൈന്യത്തിലേക്ക് അനേകം ചാരന്മാരും ഒറ്റുകാരെയും നിയോഗിച്ചു. അങ്ങനെ ചതിപ്രയോഗത്തിലൂടെ ടിപ്പുവിനെ പരാജയപ്പെടുത്തുവാനുള്ള ശ്രമം ബ്രിട്ടീഷുകാർ തുടക്കം കുറിച്ചു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും സമ്പന്ന രാജ്യമായിരുന്ന മൈസൂറിലെ വളർച്ച ഹൈദരാബാദിലെ നൈസാമിനും മറാത്തയിലെ പേർഷ്യയ്ക്കും ഭീഷണിയായി. ഈ സാഹചര്യത്തിലാണ് ബ്രിട്ടീഷുകാരും ടിപ്പുവിനെ കീഴ്പ്പെടുത്താൻ ശ്രമം ആരംഭിച്ചത്. 1789 നടന്ന മൂന്നാം മൈസൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷ് സേന ശ്രീരംഗപട്ടണത്തിനടുത്ത് വെച്ച് ടിപ്പുവിൻ്റെ സൈന്യവുമായി ഏറ്റുമുട്ടി. മൈസൂർ സേന ധീരമായി പൊരുതിയെങ്കിലും ഹൈദരാബാദിൽ നിന്നും മറാത്തയിൽ നിന്നും ഉള്ള ആക്രമണം കൂടിയായപ്പോൾ ടിപ്പു സുൽത്താൻ പരാജയപ്പെട്ടു. ശത്രുക്കൾ ആവശ്യപ്പെട്ട പ്രകാരം ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ അദ്ദേഹത്തിന് ഒപ്പുവെക്കേണ്ടി വന്നു. അതുപ്രകാരം മൈസൂറിൻ്റെ പകുതിയോളം പ്രദേശങ്ങൾ ടിപ്പു സുൽത്താന് നഷ്ടമായി. കൂടാതെ ബ്രിട്ടീഷുകാർക്ക് ഒരു വലിയ തുക ടിപ്പു സുൽത്താൻ നഷ്ടപരിഹാരം കൊടുക്കേണ്ടിയും വന്നു. ആ തുക അക്കാലത്തെ 3.3 കോടി രൂപയാണ്. ഭീമമായ നഷ്ടപരിഹാര തുകയിൽ 1 കോടി രൂപ ടിപ്പു ഉടൻ ബ്രിട്ടീഷുകാർക്ക് നൽകി. ബാക്കി തുക നൽകും വരെ വെള്ളക്കാർ ടിപ്പു സുൽത്താൻ്റെ 2 മക്കളെ പണയമായി വാങ്ങി. വെല്ലൂർ കോട്ടയിൽ തടവിലാക്കി. തകർന്ന രാജ്യവും വീട്ടാനാവാത്ത കടവും ബ്രിട്ടീഷുകാർക്കെതിരെ വീണ്ടും പോരാടുവാൻ ടിപ്പുവിനെ നിർബന്ധിതനാക്കി. എന്നാൽ സ്വന്തം അംഗരക്ഷകനായ മിർ സാദിഖ് ഇതിനകം ബ്രിട്ടീഷ് ചാരനായി മാറി. ഇതറിയാതെ ടിപ്പു ശ്രീരംഗപട്ടണത്തിന് സമീപം ബ്രിട്ടീഷ് സേനയോട് ഏറ്റുമുട്ടി. ടിപ്പു ധീരമായി പൊരുതിയെങ്കിലും ചാരന്മാർ യുദ്ധത്തിൻ്റെ ഗതി മാറ്റി. വീണ്ടും പരാജിതനായ ടിപ്പു യുദ്ധരംഗത്ത് നിന്ന് പിൻവാങ്ങി. ശ്രീരംഗപട്ടണം കോട്ടയിൽ ഒളിച്ചു. എന്നാൽ മിർ സാദിഖ് കോട്ടയിലേക്കുള്ള രഹസ്യമാർഗം ബ്രിട്ടീഷുകാർക്ക് പറഞ്ഞുകൊടുത്തു. തുടർന്ന് നടന്ന പോരാട്ടത്തിൽ ടിപ്പു വീരമൃത്യു വരിച്ചു. 1799 ഈ പോരാട്ടത്തോടെ ദക്ഷിണേന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യം പൂർണ്ണമായി. ടിപ്പുവിനോട് ബ്രിട്ടീഷുകാർ കാട്ടിയ ക്രൂരത മൈസൂറിൽ മാത്രമല്ല സമീപ രാജ്യങ്ങളിലും ചർച്ചാ വിഷയമായി. ഇതിൽ അരിശം പൂണ്ട് ബ്രിട്ടീഷ് സൈന്യത്തിലെ ദേശസ്നേഹികളായ ഒരു പറ്റം ശിപായിമാർ വെല്ലൂർ കോട്ട ആക്രമിച്ചു. എന്നാൽ ഇരമ്പിയെത്തിയ ഇംഗ്ലീഷ് സേന ശിപായിമാരെ ഒന്നടങ്കം കൊലപ്പെടുത്തി അതിൽ അവരെ പരാജയപ്പെടുത്തി. ഈ സംഭവം വെല്ലൂർ കലാപം എന്നറിയപ്പെടുന്നു. 1808 മെയ്യിലാണ് വെല്ലൂർ കലാപം ആരംഭിച്ചത്. ഇത് ടിപ്പു സുൽത്താനും ഹൈദരലിയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ചില വഴിത്തിരിവുകളാണ്. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.